DGP ഓഫീസ് മാർച്ചിനിടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. കെ മുരളീധരൻ MP ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയ പരാതിയിലാണ് നടപടി. 15 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. സ്പീക്കർക്ക് കത്ത് കൊടുത്തു. ഇതിന് വിശദീകരണം DGP ആണ് നൽകേണ്ടത്. കാരണം ഗവൺമെൻറ് ആണ് പറഞ്ഞതെങ്കിൽ അത് DGP പറയണമല്ലോ. അതുകൊണ്ട് DGPയെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പാകെ വിളിച്ചു വരുത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് സ്പീക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയും 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നോക്കാം. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്താണ് കേന്ദ്ര ഇടപെടലായി കെ മുരളീധരൻ പറയുന്നത്? വേണു, ഡിസംബർ 23-നായിരുന്നു തിരുവനന്തപുരത്ത് KPCCയുടെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിനിടെ താനടക്കമുള്ള നേതാക്കൾക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും അതിക്രമം ഉണ്ടായി എന്നാണ് കെ മുരളീധരൻ MP ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാന നേതാക്കൾ ഇരുന്ന വേദിയിലേക്ക് പോലീസിന്റെ നേതൃത്വത്തിൽ ടിയർ ഗ്യാസ് ഉൾപ്പെടെ എറിഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചതായും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് വിശദീകരണം തേടിയിട്ടുള്ളത്. 15 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറണമെന്നാണ് ലോക്സഭാ സ്പീക്കറായ ഓം ബിർള ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. എന്താണെങ്കിലും ഈ പരാതിയെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അന്ന് പ്രവർത്തകർക്കെതിരെ കൂടുതൽ കേസെടുക്കുകയും ഉൾപ്പെടെയൊക്കെ ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പോലീസും സർക്കാരും എന്ത് തുടർ നീക്കങ്ങൾ എടുക്കുമെന്നതും കാത്തിരുന്ന് കാണാം. വേണു, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.